ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുടെ തന്നെ റെക്കോർഡ് തകർത്ത് കളയാൻ പോവുകയാണ്. അങ്ങനെ എന്തോ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ആൾക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കാത്തതിൻ്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സിംപ്ലിസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഒരു ശുദ്ധതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഫാഷനബിൾ ആണോ? അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് മറ്റുള്ളവരെ പോലെ അല്ല. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ സിമ്പിളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ മനഃപൂർവ്വമായിട്ട് സിറ്റുവേഷൻ അങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ആവാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്ഥിതികൾ ഇങ്ങനെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയി മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി, ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ സിറ്റുവേഷൻസ് എനിക്ക് എഗെയിൻസ്റ്റ് ആയാൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഊർജ്ജം പോലെ അല്ല, വളരെ വിഭിന്നമായിട്ടുള്ള ഊർജ്ജമാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ ചില സമയം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ആരാണ് എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്താണ് എന്ന്. ചില സമയം നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് ചില സമയം മനസ്സിലാകുന്നുണ്ട്, മറ്റുള്ളവരെ പോലത്തെ ഊർജ്ജമല്ല എൻ്റേത് വിഭിന്നമായിട്ടുള്ള ഊർജ്ജമാണ് എനിക്ക്, പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. എന്തോ ഒരു സ്ട്രോങ് ഊർജ്ജമാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഏത് ദിവസമാണോ ഞാൻ എൻ്റെ ഊർജ്ജത്തെ മനസ്സിലാക്കുന്നത്, ആ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും എന്നും നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾ ആ ഒരു ഊർജ്ജത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഡൗട്ടുണ്ട്, നിങ്ങളുടെ ഊർജ്ജം വ്യത്യസ്തമായിട്ടുള്ള ഊർജ്ജമാണ് മറ്റുള്ളവരിൽ നിന്ന് എന്നൊക്കെ. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് സ്വപ്നമായി തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തിൻ്റെ ആ ഒരു റെക്കോർഡ് നിങ്ങൾ തകർക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ഥിതികൾ ഇങ്ങനെ ക്രിയേറ്റ് ആകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ കാണും എന്നാണ്. അതായത് നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. ഇവിടെ പല പ്രാവശ്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളോട്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആരൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനിയും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അവരുടെ ആ ഒരു ഊർജ്ജം എന്താണെന്ന് അറിയത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ആ ഒരു കളി അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഊർജ്ജം എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുള്ള സമയം വന്നെത്തിയിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞു പോയ സമയത്ത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിക്കാണും. അതായത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നിങ്ങൾ തനിച്ചായിപ്പോയി. നിങ്ങൾ എല്ലാവരോടും ഹെൽപ്പ് ചോദിച്ചു, ആരും ഹെൽപ്പ് തന്നില്ല. അപ്പോൾ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് സഹായിക്കാൻ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ ഒരു ആക്ഷൻ എടുത്തു. അങ്ങനെ ഒരു സ്ഥിതി ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഭദ്രാളി അമ്മയുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? പാർവതി ദേവി ഭദ്രാളി അമ്മയാവുന്ന ആ ഒരു ഇതുപോലെ നിങ്ങൾക്കും ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. ഇവിടെ നിങ്ങൾ ഈ ഒരു സ്ഥിതിയിൽ കൂടെ കടന്നു വന്നവരാണ് എങ്കിൽ നിങ്ങൾ തയ്യാറായിരിക്കുന്നോളൂ. നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളെ തോൽപ്പിക്കാൻ ഇനി ആർക്കും സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ ഒരു പ്രബലമായ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഊർജ്ജം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൈവം കാണിച്ചു തരിക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സംസാര രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിലെ ആ ഒരു സ്ഥിതികൾ മാനേജ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇനി ലൈഫിലെ സ്ഥിതികളെ ബാലൻസ് ചെയ്യാനും അതിനെ ഡീൽ ചെയ്യാനും നിങ്ങൾക്ക് ഇനി എളുപ്പമായിരിക്കും. ഏതു സ്ഥലത്താണോ നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് ഊർജ്ജത്തെയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരുന്ന ആ ഒരു ഊർജ്ജത്തെ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ പവിത്രവും ശുദ്ധമായിട്ടുള്ള ആത്മാവാണ്. പക്ഷെ നിങ്ങളുടെ ചുറ്റിലും ഉള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്? അതായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ എപ്പോഴും കാർമിക് ആൾക്കാരെന്താ ഇങ്ങനെ? ഒരു വ്യക്തി പോട്ടെ, 1, 2, 3, 4, 5 വ്യക്തികൾ കാർമികമായിട്ട് വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ എനിക്ക് സംഭവിക്കുന്നു? നിങ്ങൾ പലപ്പോഴും ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ട്.
ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില ആൾക്കാർ റിലീസായി പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാർമികമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ചില ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വച്ചതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ ഇത് മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ചെയ്തതല്ല, നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആയപ്പോൾ ഉണ്ടായതാണ്. ഇവിടെ ഒരു പോരാട്ടം കൂടിയ ജീവിതമാണ് നിങ്ങളുടേത്. അതായത് നിങ്ങളുടെ ആ ഒരു പവിത്രവും ശുദ്ധമായിട്ടുള്ള ആത്മാവിന് എപ്പോഴും നെഗറ്റിവിറ്റിയോട് പോരാടേണ്ട അവസ്ഥയാണ്. കാരണം നിങ്ങളുടെ ചുറ്റിലും എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഉള്ളത്. ചില സമയം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവത്തില്ല. അവരുമായിട്ട് ഒരു ബാലൻസ് സിറ്റുവേഷൻ കൊണ്ടുപോകാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലായിരിക്കാം. ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ചെയ്തേ പറ്റൂ. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ശുദ്ധത, നിങ്ങളുടെ പവിത്രത ഉറപ്പായിട്ടും ഈ ഒരു ലോകം കാണും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റെക്കോർഡ് നിങ്ങൾ തകർക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വലിയ വലിയ മഹാരഥങ്ങൾ അവരുടെ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് തകർക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർക്ക് നിങ്ങൾ ഒരു പ്രതീക്ഷയില്ല നിങ്ങൾ എന്തെങ്കിലും റെക്കോർഡ് തകർക്കുമെന്ന്. പക്ഷേ നിങ്ങളത് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് പോലും ആ ഒരു പ്രതീക്ഷയില്ല നിങ്ങൾ ഏതെങ്കിലും റെക്കോർഡ് തകർക്കുമെന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു രാജയോഗം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റ് വരാനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ സമയം ഒന്ന് നേരെയായാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെക്കോർഡ് നിങ്ങൾ തകർക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങളൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു അവസരം എനിക്ക് ലഭിച്ചാൽ മതി, ഞാൻ ആ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കും എന്നുള്ള രീതിയിൽ. അതായത് ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെ ആ ഒരു പെർഫെക്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് എയ്യും. അത് ശരിയായ ഒരു സ്ഥലത്ത് വീഴുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം ലഭിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അന്തരാത്മാവും അത് അറിയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈം വന്നെത്തി എന്നുള്ള രീതിയിൽ. ഇവിടെ മാറ്റം വരികയാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇവിടെ കുറേ കാര്യങ്ങൾ മാറും, കുറേ കാര്യങ്ങൾ നല്ലതായിട്ട് സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യനാണോ ദൈവത്തിനോട് ചോദിക്കാനുള്ളത് അതെല്ലാം ചോദിക്കാനുള്ള ആൻസർ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് ദൈവം തരുന്നതാണ്. അതായത് നിങ്ങൾ കൂടുതലായിട്ടും പ്രകൃതിയുമായിട്ട് ഉള്ള സ്ഥലത്ത്, അതായത് ചെടികൾക്ക് ഉള്ള ആകാശം കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഈശ്വരനോട്, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം വരുന്നു ദൈവമേ, ഇതിനുള്ള ഉത്തരം അങ്ങ് എനിക്ക് ഏതെങ്കിലും രൂപത്തിൽ കൊണ്ടുതരണം എന്നുള്ള രീതിയിൽ ചോദിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ചോദ്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, എല്ലാം യൂണിവേഴ്സിനോട് സമർപ്പിച്ച് നിങ്ങൾ അതിനുള്ള ഉത്തരം ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സിനോട് തരാൻ പറയുക. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് നിങ്ങളെ തേടി വരാൻ പോകുകയാണ്. അത് നിങ്ങളോട് ആരൊക്കെയാണോ മോശം ചെയ്തത് അതിൻ്റെ ആ ഒരു ന്യൂസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം. അതായത് നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നല്ലത് സംഭവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ പരം സന്തോഷം എനിക്ക് വേറെയില്ല. കാരണം ഈ ഒരു എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ 2020 തൊട്ടാണ് ഈ ഒരു യൂട്യൂബ് ഫീൽഡിൽ വന്നത്, കൊറോണ സമയത്ത്. അപ്പോൾ എനിക്ക് അത്ര ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ശിവഭഗവാന്റെ മെസ്സേജ് ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടി. അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്കൊക്കെ നല്ലത് പറഞ്ഞ് അവരുടെ ലൈഫിൽ എപ്പോഴും നല്ലത് സംഭവിക്കണമെന്നാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക, ഇമാജിനേഷൻ ചെയ്യാൻ ശ്രമിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ വേറൊരു ഗൈഡൻസ് വന്നിരിക്കുന്നത്, നിങ്ങളെയും കാട്ടി വയസ്സിന് മൂത്ത ആൾക്കാരോട് നമ്മുടെ ആ ഒരു ശബ്ദം കൊണ്ട് ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കുക, അവരോട് മോശം രീതിയിൽ സംസാരിക്കാനോ പാടില്ല എന്നാണ് ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കണമെന്നാണ് ഈ പറയുന്ന യൂണിവേഴ്സ്. ഈ ഒരു സമയം നിങ്ങൾ അനുലോം വിലോം ചെയ്യുന്നത് നല്ലതാണ്. കാരണം വെള്ളം ധാരാളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൻ്റെ പ്രഭാവം കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് വെള്ളം ധാരാളം കുടിക്കാനായിട്ട്. എവിടെയാണോ സപ്പോർട്ടിൻ്റെ ആവശ്യം അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളെയും കാട്ടി വയസ്സിന് മൂത്ത ആൾക്കാരോട് ഒരിക്കലും നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കാനോ അവരുടെ ആ ഒരു മനസ്സ് നമ്മളാൽ വിഷമിപ്പിക്കാനോ പാടില്ല. എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഫ്ലെക്സിബിലിറ്റി വയ്ക്കണം നിങ്ങൾ. ഇവിടെ എന്ത് പരിവർത്തനമാണോ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ആ ഒരു പരിവർത്തനത്തിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇവിടെ ദൈവം എന്ത് തീരുമാനമാണോ നിങ്ങൾക്ക് വേണ്ടി എടുത്തത് അതിൽ ഉറപ്പായിട്ടും ഒരു നല്ല കാര്യം ഉണ്ട്. അതുകൊണ്ട് എന്തോ വലിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ബേഡ്സിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാകും. ബേഡ്സ് ഭയങ്കരമായിട്ട് കരയുന്ന ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാകും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മയിലിനെയും കൂടുതലായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് റിയാലിറ്റിയിൽ കാണണമെന്നില്ല, അല്ലാതെ വീഡിയോ ത്രൂ അല്ലെങ്കിൽ സ്വപ്നത്തിലൊക്കെ മയിലിനെ കാണാൻ സാധിക്കും. അതായത് മയിൽ നല്ല ചിറകുകളെല്ലാം വിടർത്തി സന്തോഷമായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് മയിലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് നിങ്ങളുടെ വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തിനെ കുറിച്ചാണ് ഇത് സൈൻ തരുന്നത്. ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു പ്രശ്നം അവസാനിക്കാൻ പോകുന്നു അതിന് സൂചനയും കൂടെയാണ് ഈ ഒരു മയിലിനെ നിങ്ങളിങ്ങനെ നൃത്തം ചെയ്ത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി റിലേറ്റഡായിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകളുണ്ട്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ദൈവത്തിന് കയ്യിലാണ്. നിങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്രയൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും ഉണ്ടോ അതെല്ലാം ഇല്ലാതാവാൻ പോകുകയാണ്. കാരണം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. കാരണം ഇനി നിങ്ങളുടെ സന്തോഷത്തിൽ ആരും തടസ്സമായിട്ട് നിൽക്കരുത്. അതുകൊണ്ടാണ് ദൈവം ഓരോ സമയത്ത് ഓരോ ആൾക്കാരെ നിങ്ങളിൽ നിന്ന് റിലീസാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് അവരുമായിട്ട് നിങ്ങൾ വയ്ക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയ സക്സസ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ ഇതുവരെ സംഭവിച്ചത് ആൾക്കാർ കണ്ടു. ഇനി എന്താണോ നിങ്ങളുടെ ലൈഫിലെ മെയിൻ കഥ അതെന്താണെന്നും ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെടും. എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ സംഭവിക്കും. ഇവിടെ ഏതോ ഒരു ജ്യോതിഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി യശസ്സ് ഉണ്ടാക്കും എന്ന്. അതായത് നിങ്ങൾക്ക് ഒത്തിരി സക്സസ് ലഭിക്കുമെന്ന് ഏതോ ഒരു ജ്യോതിഷൻ നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അത് ഉറപ്പായിട്ടും സത്യമാകുന്നതാണ്. നിങ്ങൾ ഒത്തിരി പ്രസിദ്ധി നേടും. ഒത്തിരി ധനം നിങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശുക്രഭഗവാന്റെ ആ ഒരു ദൃഷ്ടി വളരെ നല്ലതായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശുക്രഭഗവാന്റെ ആ ഒരു ബീജമന്ത്രം നിങ്ങൾ എന്നും പറയാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആ ഒരു കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ യോഗം എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് വയസ്സൊക്കെ ആവുമ്പോഴായിരിക്കും, അതായത് 40 അല്ലെങ്കിൽ 45, 48, അതായത് ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു യോഗം ഉണ്ടാവും, നല്ലൊരു യോഗം ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ 50 വയസ്സോ 56 വയസ്സോ 60 വയസ്സോ 65 വയസ്സോ 70 വയസ്സോ, അതായത് ജീവിതത്തിൻ്റെ ഒരു പകുതി മുക്കാലും ജീവിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കൊരു യോഗം ലഭിക്കുന്നത്. അതായത് ഒരു ഏജ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് നല്ല ഒരു യോഗം ലഭിക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ലോകത്തിലുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ ഊർജം ഇതായിരുന്നു എന്ന്. അതായത് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ ആരാണെന്ന്, ഈ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആരാണ് എന്ന്. എവിടെ നിന്നാണോ നിങ്ങൾക്ക് അപമാനം ലഭിച്ചത് അവിടെ നിന്ന് ആൾക്കാർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്റ്റോറി എല്ലാവരോടും പറയാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സിമ്പതിയോ ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് മനസ്സിൽ അതേ ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ച് വന്ന ആൾ ആണ് എന്ന് എല്ലാവരോടും പറയണം. അതിലൂടെ ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ വളരെ നല്ലതായിരിക്കുമ്പോൾ അവരുടെ വർക്ക് വളരെ നല്ലതായിട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ നല്ല ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ചക്രാസും ബാലൻസിൽ കൊണ്ടുവരണം. പക്ഷെ നിങ്ങൾക്ക് 3 ചക്രാസ്, അതായത് താഴത്തുനിന്ന് മുകളിലോട്ടുള്ള 3 ചക്രാസ് ആക്റ്റീവ് ആയാൽ മതി നിങ്ങളുടെ എല്ലാ ചക്രാസും ബാലൻസിൽ വരുന്നതാണ്. അതായത് മൂന്നാമത്തെ ആ ഒരു ചക്രയിൽ നിങ്ങളുടെ ആ ഒരു എനർജി പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം നിങ്ങൾക്ക് ഒരു സക്സസ്, ഒരു അച്ചീവ്മെൻറ്റ് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷം ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് തകർക്കുമെന്ന്. ഇവിടെ ആൾക്കാർ ഒത്തിരി നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും കൊണ്ടുവരണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എന്തോ ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കും. അത് ആൾക്കാർക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളെ അപമാനിച്ചവർക്ക് പോലും നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നും. അപ്പോൾ അങ്ങനൊരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെ സെൻട്രലിൽ കൊണ്ടുവരികയാണ് ദൈവം. അതായത് നിങ്ങളെ സെൻട്രലിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ എന്തോ ഒരു ഡ്രീം പൂർണ്ണമാക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കും. നിങ്ങളുടെ ആ ഒരു 3 ചക്രാസും ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഹീലിംഗ് കൊടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായിട്ട് മാറണം. അതിനുവേണ്ടി നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ വലിയൊരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ 5 മിനിറ്റെങ്കിലും ശാന്തമായിട്ടിരുന്നിട്ട് പ്രകൃതിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഊർജ്ജവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.